ഹലോ, വെള്ളിയാഴ്ച രാവിലെയാണ് കേട്ടോ. അപ്പം ഞാൻ തലേന്ന് തന്നെ മീൻ വാങ്ങിയിട്ടുണ്ടായിരുന്നു. ഹമൂർ എന്ന് പറഞ്ഞ മീനും പിന്നെ കുഴാവാലി മീനുമാണ് കിട്ടിയിരുന്നത്. അപ്പം ഞാനത് അപ്പം തന്നെ കട്ട് ചെയ്ത് മാറ്റി ഫ്രിഡ്ജിലങ്ങ് ആക്കും. കാരണം പിറ്റേന്ന് രാവിലെ ആകുമ്പോൾ ഭയങ്കര പാടാണ് രാവിലെ തന്നെ ഇതെല്ലാം കൂടി ചെയ്ത് വെക്കാനായിട്ട്. മാത്രമല്ല വീക്കെൻഡ് ആകുമ്പോഴത്തേക്ക് നമുക്ക് എല്ലാവർക്കും ഇത്തിരി ക്ഷീണം കൂടുതലായിട്ട് തോന്നുമല്ലോ. അങ്ങനെ ഞാൻ വെള്ളിയാഴ്ച രാവിലെ ആയപ്പോഴത്തേക്ക് എഴുന്നേറ്റിട്ട് കട്ട് ചെയ്ത സാധനങ്ങളൊക്കെ എടുത്തിട്ട് ഫ്രിഡ്ജിൽ നിന്ന് മാറ്റി വെച്ചിട്ടുണ്ട്. അക്കൂട്ടത്തിൽ ബീൻസ് കുറച്ചേ കട്ട് ചെയ്തിട്ടുള്ളായിരുന്നു. അങ്ങനെ ഞാൻ അത് പിന്നെ കട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. ആദ്യം തന്നെ ചായ ഇട്ടു. ചായ തിളപ്പിച്ച് ഒഴിച്ചിട്ട് അത് അരിച്ചിട്ട് കുടിക്കാനായിട്ട് എടുത്തതാണ്. അപ്പോൾ എടുത്തപ്പോഴത്തേക്ക് ഞാൻ വെളിയിൽ നിന്നിട്ട് ആ കോഴിയുടെ കൂവലും പ്രകൃതി സൗന്ദര്യവും ആ കിളികളുടെ നാദവും ഒക്കെ കേട്ടിട്ടാണ് കണ്ടിട്ടൊക്കെയാണ് ഞാൻ കുടിക്കാറുള്ളത്. അതൊരു പ്രത്യേക വൈബാണ്. പിന്നെ ഞാൻ ബ്രേക്ക്ഫാസ്റ്റിനുള്ള നമ്മുടെ കറി, അപ്പത്തിനുള്ള കറിയാണ്. കിഴങ്ങ് വേവിക്കാനായിട്ട് കുക്കറിലോട്ട് ഇട്ടിട്ടുണ്ട്. ആ സമയം കൊണ്ട് തന്നെ ഞാൻ നമ്മുടെ കുഴാവാലി മീനിൻ്റെ അരപ്പൊക്കെ ഒന്ന് തയ്യാറാക്കാനായിട്ട് മൺചട്ടിയിലേക്ക് വന്നിട്ട് തിളയ്ക്കാനായിട്ട് വെച്ചു. ആ സമയം കൊണ്ട് തന്നെ നമ്മുടെ കിഴങ്ങൊക്കെ ഒന്ന് വെന്ത് വന്നപ്പോഴത്തേക്കും ഞാൻ അതിലേക്ക് കുറച്ച് തേങ്ങാപ്പാലും കൂടെ ഒഴിച്ചിട്ട് അതൊക്കെ അങ്ങ് സെറ്റാക്കി. പിന്നെ നമ്മുടെ കുഴാവാലി മീൻ കറിയുടെ ആ ഗ്രേവി ഒന്ന് തിളച്ച് വന്നപ്പോഴത്തേക്കും അതിലേക്ക് കുഴാവാലിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ അതൊന്ന് തിളച്ച് വരുന്നിടം വരെ ആ സമയം കൊണ്ട് ഞാനാണെങ്കിൽ കുറച്ച് ബീൻസും കൂടെ മെഴുക്ക് പുരട്ടി. പിന്നെ ഞാൻ അരി തിളപ്പിച്ച് റൈസ് കുക്കറിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത്തിരി ലേറ്റായിട്ട് ഞാൻ എഴുന്നേറ്റത് കൊണ്ട് കുറച്ച് താമസിച്ചാണ് അരിയൊക്കെ തിളപ്പിച്ച് വെച്ചത്. അത് കാരണം കുറച്ച് വേവും കൂടെ ഉണ്ടായിരുന്നുകൊണ്ട് കുറച്ചും കൂടെ ഒന്ന് തിളപ്പിച്ചെടുത്തിട്ട് അതും കൂടെ ഒന്ന് ഊറ്റിയിട്ടു. പിന്നെ നമ്മുടെ ബീൻസൊക്കെ മെഴുക്ക് പുരട്ടിയൊക്കെ റെഡിയായി. പിന്നെ ഞാൻ കുട്ടീസിന് കൊണ്ടുപോകാനായിട്ടുള്ള മുട്ടയും കൂടെ ഒന്ന് വറുത്ത് മാറ്റി. എന്നിട്ട് കുട്ടീസിന് ലഞ്ച് പാക്ക് ചെയ്യാണ്. രണ്ടാൾക്കും ദാണ്ട് ചൂട് ചോറും ഇട്ട് കൊടുത്തു. ചമ്മന്തി രണ്ടുപേർക്കും വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ കുറച്ച് ബീൻസ് മെഴുക്ക് പുരട്ടിയും കൂടെ വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ മുട്ട വറുത്തതും കൂടെ വെച്ചിട്ടുണ്ട്. പിന്നെ ഇളയ ആൾക്ക് സ്നാക്സ് ആയിട്ട് ഇന്ന് ആപ്പിളാണ് കൊടുത്തു വിടുന്നത്. അങ്ങനെ അതും കൂടെ സെറ്റാക്കി. അങ്ങനെ ലഞ്ച് സ്നാക്സൊക്കെ സെറ്റായി വന്നപ്പോഴത്തേക്കും നമ്മുടെ കറിയൊക്കെ തിളച്ച് വറ്റിയിട്ട് വന്നിട്ടുണ്ട്. അങ്ങനെ അതും കൂടെ ഇറക്കി വെച്ചു. പിന്നെ ഞാൻ ചൂടോടെ അപ്പം ഉണ്ടാക്കിയിട്ട് എനിക്ക് കഴിക്കാനായിട്ട് എടുത്തു. കിഴങ്ങ് കറിയും എടുത്തിട്ടുണ്ട്. അങ്ങനെ ഇനി എനിക്കും കൂടെ ഇത് കഴിച്ചിട്ട് ക്ലാസ്സിന് പോകണം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായെങ്കിൽ കൂട്ടാക്കണേ. ടാറ്റാ. നാളെ